ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതി നടന്ന CSEB ക്ലർക്ക് കാഷ്യർ എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് വന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എയ്സിൻ്റെ വിജയാശംസകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത്. ഹി കംപ്ലീറ്റഡ് ദ ജേണി -5 hours എന്നാണ്. ഹി കംപ്ലീറ്റഡ് ദ ജേണി -5 hours എന്നാണ്. ഓപ്ഷൻസായി നൽകിയിരിക്കുന്നത് വിത്ത്, ഇൻ, അറ്റ്, ഓൺ എന്നാണ്. ഇവിടെ ആൻസർ ഇൻ എന്നാണ്. ഇൻ എന്നാണ്. ഇൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളാർത്ഥം ഇൽ അല്ലെങ്കിൽ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എന്നാണ്. അപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ എന്നാണ്. അപ്പോൾ ഇൻ 5 hours എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറുകൾക്കുള്ളിൽ എന്നാണ്. 5 മണിക്കൂറുകൾക്കുള്ളിൽ. ഇനി അതിൽ തന്ന ഓപ്ഷൻ പ്രകാരം വിത്ത് എന്നതാണ്. വിത്തിൻ്റെ മീനിങ് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നാണ്. കൂടെ അല്ലെങ്കിൽ ഒപ്പം. അതിനുള്ളൊരു എക്സാമ്പിൾ താഴെ എഴുതിയിട്ടതാ. ഡു യു ഗോ വിത്ത് ഹിം എന്നാണ്. നിങ്ങൾ അവൻ്റെ കൂടെ പോകുന്നുവോ എന്നാണ്. അവൻ്റെ കൂട്ടത്തിൽ പോകുന്നുവോ എന്നാണ്. വിത്തിൻ്റെ മലയാളാർത്ഥം കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നാണ്. ഡു യു ഗോ ഡാഷ് ഹിം, ആൻസർ വിത്ത് എന്നാണ്. ഇനി അറ്റ് എന്നതിന് എന്തൊക്കെ മീനിങ്ങിൽ നമുക്കെടുക്കാം? ക്, ന്, ര്, ത്, ഇൽ എന്നീ അർത്ഥങ്ങളിൽ നമുക്കെടുക്കാം. ഒരു പെർട്ടിക്കുലർ സമയം പറയുകയാണെങ്കിൽ അറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ പെർട്ടിക്കുലർ ടൈം, കൃത്യമായ സമയത്തിൻ്റെ മുൻപിൽ. ഓർ അറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ബിഫോർ പെർട്ടിക്കുലർ മൊമെൻറ്റ്, ഒരു കൃത്യമായ സമയത്തിൻ്റെ മുൻപിൽ, കൃത്യമായ നിമിഷത്തിൻ്റെ മുൻപിൽ നമ്മളെപ്പോഴും എന്ത് ചേർക്കും? അറ്റ് ചേർക്കും എന്നുള്ളതാണ്. യെസ്, ഐ വിൽ മീറ്റ് യു അറ്റ് 1 PM. നിന്നെ ഞാൻ 1 മണിക്ക് മീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായൊരു സമയമാണ് 1 മണി എന്നത്. യെസ്, അടുത്തത് ഓൺ എന്നതാണ്. ഓൺ എന്നതിൻ്റെ മലയാളാർത്ഥം മേലെ അല്ലെങ്കിൽ പുറത്ത് എന്നാണ്. ഹീ ലെയ്ഡ് ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണ്. അവൻ പുസ്തകങ്ങൾ എവിടെ വെച്ചു? മേശയുടെ മേലെ, ഒരു പ്രതലത്തിൻ്റെ മേലെ എന്നാണ്. ഓൺ എന്നതിൻ്റെ മീനിങ് മേലെ അല്ലെങ്കിൽ പുറത്ത്. ഹീ ലെയ്ഡ് ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതും പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. ഞായറാഴ്ച രാവിലെ 8 മണി കഴിയുന്നത് വരേക്കും ദയവായി എന്നെ വിളിക്കരുത്. 8 മണി കഴിയുന്ന സമയം വരേക്കും എന്നാണ്. അണ്ടിൽ എന്ന വാക്കിൻ്റെ അർത്ഥം വരെ എന്നാണ്. ഒരു നിശ്ചിത സമയം വരെ എന്നാണ്. ഏത് കഴിയുന്ന സമയം വരെ? ആഫ്റ്റർ എന്നാണ് ഉത്തരം. ആഫ്റ്റർ മീനിങ് ശേഷം എന്നാണ്. പിന്നീട് എന്നാണ്. പിന്നീട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബൈ എന്നതിൻ്റെ മലയാളാർത്ഥം അരികിൽ അല്ലെങ്കിൽ സമീപം എന്നാണ്. അരികിൽ അല്ലെങ്കിൽ സമീപം എന്നാണ്. അതിന് എക്സാമ്പിളായി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഹിസ് വൈഫ് വാസ് സിറ്റിംഗ് ഡാഷ് ഹിം എന്നാണ്. ഹിസ് വൈഫ് വാസ് സിറ്റിംഗ് ഡാഷ് ഹിം. ആൻസർ ബൈ എന്നാണ്. മലയാളാർത്ഥം എന്താ? അവൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ അവൻ്റെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. അരികിൽ അല്ലെങ്കിൽ സമീപം. പിന്നെ അതിൽ ഓപ്ഷനിലുള്ളത് അപ് ടു എന്നാണ്. അപ് ടു എന്നതിൻ്റെ മലയാളാർത്ഥം വരെ എന്നാണ്. വരെ എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾ എന്താണ്? ഹീ കൗണ്ടഡ് അപ് ടു 50. അവൻ 50 ആകുന്നതുവരെ എണ്ണി. 50 വരെ അവൻ എണ്ണി എന്നാണ്. അപ് ടു വരെ. യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച് എന്നാണ്. ഈ വാചകത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും ഈ വാചകത്തിൽ ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് അവർസെൽസ് വെരി മച്ച് എന്നാണ്. ഇവിടെ നമുക്ക് അവർസെൽസ് എന്ന പ്രൊനൗൺ ഉപയോഗിക്കണം. അതായത് വി എന്നതിൻ്റെ വേറൊരു കേസാണ് അവർസെൽസ് എന്നത്. അങ്ങനെയാണെങ്കിൽ മുൻവർഷം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. വി എൻജോയ്ഡ് ഡാഷ് വെരി മച്ച് എന്നാണ്. ഹിംസെൽഫ്, ഹെർസെൽഫ്, ദംസെൽസ്, അവർസെൽസ്. ആൻസർ അവർസെൽസ് എന്നാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കണം പ്രൊനൗണിൻ്റെ വിവിധ രൂപം. സഹകരണ മേഖലയിൽ ജോലി ഉറപ്പാക്കാൻ എയ്സ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുതിയ ക്ലർക്ക് കാഷ്യർ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് ആരംഭിച്ചിരിക്കുന്നു. 2025 സഹകരണ മേഖലയിൽ സുവർണ അവസരം നിങ്ങളെ കാത്തു കിടക്കുകയാണ്. ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എയ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ നേടുക.
താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് സഹകരണ മേഖലയിൽ നിങ്ങൾക്ക് തിളക്കമാർന്ന വിജയം എയ്സ് സമ്മാനിക്കുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം ഇത് ഇമ്പോസിബിൾ കണ്ടീഷനിലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. അന്നേരം വാചകത്തിൻ്റെ ഘടന ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറായി വരുന്നത് എ എന്നതാണ്. ഈഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ എന്നാണ്. ഇനി നമുക്ക് നോക്കാം. ഈഫ് ഐ ഹാഡ് ദ മണി ഈസ് ഈക്വൽ ടു ഈഫ് ഐ ഹാഡ് റിസീവ്ഡ് മണി, അല്ലെങ്കിൽ ഈഫ് ഐ ഹാഡ് ഗോട്ട് മണി, അല്ലെങ്കിൽ ഈഫ് ഐ ഹാഡ് ഏൺഡ് മണി. അപ്പോൾ സ്വാഭാവികമായും ഈ വാചകത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് യെസ്, മൂന്നാമത് വന്നത് അതായത് സബ്ജക്റ്റ് ഐ ഹാഡ്, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഹാഡ് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളായിട്ട് എടുക്കണം. ഇംഗ്ലീഷിൽ ഹാവ് എന്ന ഓക്സിലറി വെർബിന് 30-ൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. ഹാവ് എന്ന ഓക്സിലറി വെർബിന് 30-ൽ കൂടുതൽ ഉപയോഗങ്ങൾ ഏതിലുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പെർസ്പീക്യുവസ് എന്നാണ്. പെർസ്പീക്യുവസ് എന്നതിൻ്റെ മീനിങ് ക്ലിയർ എന്നാണ്. പെർസ്പീക്യുവസ് എന്നതിൻ്റെ മീനിങ് ഈസിലി അണ്ടർസ്റ്റുഡ് എന്നാണ്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്ന ഓപ്ഷൻ പ്രകാരം ആൻസർ ക്ലിയർ എന്നാണ്. പെർസ്പീക്യുവസ് എന്നതിൻ്റെ മീനിങ് ഈസിലി അണ്ടർസ്റ്റുഡ് എന്നാണ്. യെസ്, നെക്സ്റ്റ് വേർഡ്, ചൂസ് ദ ആൻറ്റനിം ഓഫ് ദ വേർഡ്. ആൻറ്റനിം ടു ദ വേർഡ് അല്ലെങ്കിൽ ആൻറ്റനിം ഓഫ് ദ വേർഡ് ഡീവിയസ് എന്നാണ്. ഡീവിയസ് എന്നതിൻ്റെ ഓപ്ഷനായിട്ട് ഓപ്പോസിറ്റ് വേർഡായിട്ട് നമ്മൾ എടുക്കുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. ബാക്കി വരുന്ന വേർഡുകളെല്ലാം ഡീവിയസ് എന്നതിൻ്റെ സിനണിമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേറ്റവും ആപ്റ്റ് വേർഡ് ഓപ്പോസിറ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. ഡീവിയസ് എന്ന വാക്കിൻ്റെ മീനിങ് ഇംഗ്ലീഷിൽ നോട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നാണ്. നോട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് മോർണിംഗ് ജെൻറ്റിൽമെൻ, ഡാഷ് ഓഫ് യു ഈസ് ഫേസ്റ്റ് ഇൻ ദ ലൈൻ. അവിടെ വേണ്ടത് വിച്ച് എന്നതാണ്. അവിടെ ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കാണും. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ്. അത് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുക, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുക. ഈ വാചകത്തിൽ അത് റിലേറ്റീവ് പ്രൊനൗൺ അല്ല, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ്. ഉത്തരം ആൻസർ വിച്ച് എന്നാണ്. ഹൂസ് എന്നതിൻ്റെ മലയാളാർത്ഥം ആരുടേത് എന്നാണ്. വിച്ച് എന്നതിൻ്റെ മലയാളാർത്ഥം ഏത് എന്നാണ്. ഹൂ എന്നതിൻ്റെ മലയാളാർത്ഥം ആര് എന്നാണ്. ഹൂം എന്നതിൻ്റെ മലയാളാർത്ഥം ആരെ എന്നാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. വിച്ച് എവിടെ ഉപയോഗിക്കാം, ഹൂസ് എവിടെ ഉപയോഗിക്കാം, ഹൂ എന്നത് എവിടെ ഉപയോഗിക്കാം, ഹൂം എന്നത് എവിടെ ഉപയോഗിക്കാം, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡാഷ് ഡിസിഷൻസ് എന്നാണ്. ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അവിടെ ആൻസർ എന്താ? ദോസ് എന്നാണ്. ഇനി അവിടെ തന്നിട്ടുണ്ട് ദിസ് എന്നതിൻ്റെ മലയാളാർത്ഥം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ദാറ്റ് എന്നതിൻ്റെ മലയാളാർത്ഥം കൊടുത്തിട്ടുണ്ട്, ദീസ് എന്നതിൻ്റെ, ദോസ് എന്നതിൻ്റെ മലയാളാർത്ഥം കൊടുത്തു. അതിൽ ദിസും ദാറ്റും സിംഗുലറും ദീസും ദോസും പ്ലൂറലാണ്. ദീസ് പ്രൊനൗൺസ് ആർ കോൾഡ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. നേരത്തെ പറഞ്ഞ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണെങ്കിൽ ഇത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. യെസ്, അനാക്കി എന്ന വാക്കാണ്. അനാക്കി എന്ന വാക്കാണ് നമുക്ക് വൊക്കാബുലറി സെക്ഷനിൽ തന്നത്. അരാജകത്വം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഇല്ലാത്ത അവസ്ഥ. ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് ഓർ നോ ഗവൺമെൻറ് എന്നാണ് മീനിങ്. അനാക്കി എന്നതിൻ്റെ മീനിങ് നോ ഗവൺമെൻറ് എന്നാണ്. അരാജകത്വം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷം ബാങ്കിൻ്റെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ള ഒരു വാക്കാണ് ഒലിഗാർക്കി എന്നത്. ഒലിഗാർക്കി എന്നതിൻ്റെ മീനിങ് എ ഗവൺമെൻറ് ബൈ ദ ഫ്യൂ എന്നാണ്. കുറച്ച് പേർ ചേർന്ന് മാത്രമുള്ള ഭരണം, സ്വേച്ഛാധിപത്യ ഭരണം എന്നാണ് പറയുക. സ്വേച്ഛാധിപത്യ ഭരണം. അടുത്തത് മൊനാർക്കി എന്നാണ്. മൊനാർക്കി എന്ന വാക്കിൻ്റെ അർത്ഥം റൂൾ ഓഫ് എ സിംഗിൾ പേഴ്സൺ. രാജവാഴ്ച, രാജഭരണം, ഏകാധിപത്യം എന്ന് പറയാം. മൊനാർക്കി എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് എ സിംഗിൾ പേഴ്സൺ എന്നാണ്. അടുത്തായിട്ട് ബാങ്ക് പരീക്ഷകൾക്കും മറ്റ് എക്സാമുകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് എത്തീസ്റ്റ് എന്ന വേർഡ്.
എത്തീസ്റ്റ് എന്നത് വൊക്കാബുലറി സെക്ഷനിൽ വന്നിരിക്കുന്നത് വൺ വേർഡായിട്ടാണ് വന്നത്. ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയാം, വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഇതെങ്ങനെയും ചോദിക്കുക, സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് വേറെ രീതിയിലും ചോദിക്കുക. ഇതിൻ്റെ ആൻറ്റനിം ചോദിക്കാം. എത്തീസ്റ്റ് എന്നതിൻ്റെ ആൻറ്റനിയും തീയിസ്റ്റ് എന്നാണ്, ഈശ്വരവിശ്വാസി എന്നാണ്. വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ് ഈസ് കോൾഡ് തീയിസ്റ്റ്. ദെൻ വൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് എത്തീസ്റ്റ്. 11th question, something which is imagined to be real but actually does not exist. Something which is imagined to be real, നമുക്ക് തോന്നും യാഥാർത്ഥ്യമായതാണ്, പക്ഷെ ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, അത് നിലനിൽക്കുന്നില്ല. അതിനെ കൃത്രിമം എന്നാണ് പറയുക, കൽപ്പിതം എന്നാണ് പറയുക. അങ്ങനെ അതിലുള്ള വേർഡ് മീനിങ് ഓപ്ഷൻ എ ഫിഗ്മെൻറ്റ് എന്നാണ്. ഫിഗ്മെൻറ്റ് എന്നാണ്. അതിന് വേറെയും ഡെഫിനിഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഡേയ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ തിങ് ദാറ്റ് സം വൺ ബിലീവ്സ് ടു ബി റിയൽ ബട്ട് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദെയർ ഇമാജിനേഷൻ, ഭാവനയിൽ മാത്രം നിലനിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് വേർഡ് ഇൻസൈറ്റ് എന്നാണ്. ഇൻസൈറ്റ് എന്നതിൻ്റെ മലയാളം ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നാണ്. അടുത്ത ഓപ്ഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് മിറാഷ് എന്നാണ്. മിറാഷ് എന്നാണ് ഉച്ചരിക്കേണ്ടത്, മരീചിക എന്നാണ്. സംതിങ് ദാറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ട്രൂ. സംതിങ് ദാറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ട്രൂ, യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കും. ഓർ റിയൽ ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി ഫാൾസ് ഓർ അൺറിയൽ, അയഥാർത്ഥമായത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഷാലോ എന്നതാണ്. ഷാലോ എന്നതിൻ്റെ മലയാളം മീനിങ് ആഴം കുറഞ്ഞ എന്നാണ്. ആഴം കുറഞ്ഞ. ഇതെങ്ങനെയാണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിക്കുക. ഓപ്പോസിറ്റ് ചോദിച്ചാൽ ആഴം കൂടിയ, ഡീപ്പ് എന്നാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. 12th question, എക്സ്ട്രീംലി ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ എന്നാണ്. ഇത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നപ്പോൾ ആൻസർ കൊടുത്തത് ഡോട്ടേജ് എന്നാണ്. ഡോട്ടേജ് എന്നാണ് ഈ ചോദ്യം. ദിസ് ക്വസ്റ്റ്യൻ വാസ് പ്രീവിയസ്ലി ആസ്ക്ഡ് ഇൻ 2015. 2015 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ എക്സാമിനല്ല ചോദിച്ചത്. ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ആ സൊസൈറ്റിയിലേക്ക് പ്രൈമറി ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ തുടങ്ങിയ തസ്തികകൾക്ക് വേണ്ടിയിട്ട് ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എക്സാം നടത്തിയപ്പോൾ 2015 എക്സാമിന് ചോദിച്ചതാണ് ഈ വാക്ക്. അവിടെ അന്ന് ആൻസറായി കൊടുത്തത് ഡോട്ടേജ് എന്നാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ എക്സാമിന് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡോട്ടേജ് എന്നാണ്. ഡോട്ടേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രായം കൂടി. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. ബുദ്ധിഭ്രംശം എന്നാണ് ആ വാക്കിന് മലയാളം കൊടുക്കാൻ പറ്റുക. ബുദ്ധി സ്ഥിരതയില്ലാത്ത, ബുദ്ധിഭ്രംശം എന്നാണ്. എന്ന് വിചാരിച്ച് ഭ്രാന്ത് എന്നല്ല, പ്രായാധിക്യം മൂലം എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ സെനിലിറ്റി എന്നാണ്. സെനിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം വാർദ്ധക്യം എന്നാണ്. വാർദ്ധക്യം. യെസ്, നെക്സ്റ്റ് ഇംപെസിലിറ്റി എന്നാണ്. ഇംപെസിലിറ്റി, നമ്മൾ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഈ രണ്ട് വാക്കുകളും, ഡോട്ടേജും ഇംപെസിലിറ്റിയും. രണ്ടും നമ്മൾ എൻ്റയർലി ഡിഫറൻ്റ് ഉണ്ട്. ടോട്ടൽ ഫൂളിഷ്നെസ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെരി സ്റ്റുപ്പിഡ്, വിഡ്ഢിത്തം മാത്രം കാണിക്കുന്ന അവസ്ഥ. ഓർ ബിഹേവ് ഇൻസെയിൻ എന്നാണ്. അങ്ങനെയൊക്കെ നമുക്കതിന് മീനിങ് ഉണ്ട്. അപ്പോൾ ആപ്റ്റ് വേർഡായിട്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ വന്നിരിക്കുന്നത് ഡോട്ടേജ് എന്നാണ്. ഇത് 2015 ആർമി വെൽഫെയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി അടുത്ത എക്സാമിനും ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. ലെറ്റ് എന്നതിന് ശേഷം എപ്പോഴും ഒരു ബെയർ ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കേണ്ടത്. ഇൻഫിനിറ്റീവ്സ് എന്നതിനെ നമ്മൾ രണ്ടായി തന്നിരിക്കും. ടു ഇൻഫിനിറ്റീവ് എന്നും ബെയർ ഇൻഫിനിറ്റീവ് എന്നും. വാട്ട് ഡു യു മീൻ ബൈ ബെയർ ഇൻഫിനിറ്റീവ്? എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ വേർബ് വിത്തൗട്ട് ടു, എന്തില്ലാത്തത്? ക്രിയക്ക് മുൻപിലായി ടു ചേരാത്തത്. അപ്പോൾ ലെറ്റ് ഓൾവേസ് ടേക്സ് ബെയർ ഇൻഫിനിറ്റീവ്. സോ ഹിയർ ദ ആൻസർ ഈസ് ടേക്ക് എന്നാണ്. ടേക്ക് എന്നാണ്. ദ കോർട്ട് കാഗ്നസെൻസ്, കാഗ്നസെൻസ് എന്നാണ്. ദ കോർട്ട് കാഗ്നസെൻസ് ഓഫ് ദ മിനിസ്റ്റർ എന്നാണ്. ഉത്തരം ടുക്ക് എന്നാണ്. ദ കോർട്ട് ടുക്ക് കാഗ്നസെൻസ് ഓഫ് ദ മിനിസ്റ്റർ എന്നാണ്. കാഗ്നസെൻസ് എന്നതിൻ്റെ മീനിങ് നോളജ് ഓർ അവെയർനെസ് എന്നാണ്. നോളജ് ഓർ അവെയർനെസ് എന്നാണ്. ഫൈൻഡ് ദ ഓഡ് വേർഡ് ഔട്ട്, അതായത് കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്ത വാക്ക് കണ്ടുപിടിക്കുക എന്നാണ്. അതിൽ നിന്ന് സ്പഷ്ടമാണ്. ബ്യൂട്ടിഫുൾ എന്നതും പ്രെറ്റി എന്നതും ഫെയർ എന്നതും സൗന്ദര്യമുള്ള എന്ന അർത്ഥത്തിലുള്ള 3 വാക്കുകളാണ്. അതിൽ ഭയാനകമായ എന്ന അർത്ഥം വരുന്നൊരു പദമാണ് വേറിട്ട് നിൽക്കുന്നത്, സ്ട്രേഞ്ച് ആയിട്ടുള്ളത്. ദാറ്റ് വേർഡ് ഈസ് ഹൊറിബിൾ.
ദെൻ 16th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ് എന്നാണ്. തെറ്റായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വാക്ക് എന്നതാണ് കൺസെൻസെൻസ് എന്നാണ്. കൺസെൻസെൻസ് എന്നാണ്. കൺസെൻസെൻസ് എന്ന വാക്കാണ് അവിടെ തെറ്റായിട്ടുള്ളത്. കൺസെൻസെൻസ് എന്ന വാക്കിൽ സി അല്ല വേണ്ടത്, എസ് ആണ് വേണ്ടത്. ആ വാക്ക് CONSENSUS എന്നാണ്. കൺസെൻസെൻസ് എന്നാണ്. എ ജനറൽ എഗ്രിമെൻറ്റ് എന്ന ഒരു വേർഡാണ് നമ്മൾ എടുക്കുക. ദെൻ നെക്സ്റ്റ്, ഡാഷ് ചൈൽഡ് ഈസ് പുട്ട് ടു ഡാഷ് സ്കൂൾ വെൻ ഇറ്റ് ഈസ് 5. 5 വയസ്സാകുമ്പോൾ കുട്ടികൾ എവിടെ വിടും? വിദ്യാലയത്തിൽ വിടും. എന്തിനാണ് കുട്ടികളെ വിദ്യാലയത്തിൽ വിടുന്നത്? പഠിക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ എന്ന പദം ഈ വാചകത്തിൽ പഠിക്കാനോ പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എ ചൈൽഡ് എന്ന് വേണം. പിന്നെ സ്കൂൾ എന്നതിൻ്റെ മുമ്പിൽ എന്തിൻ്റെ ആവശ്യമില്ല? ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? വിദ്യാലയം എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടിക്ക് പഠിക്കാനുള്ള സ്ഥലമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള വിദ്യാലയം എന്നത് പഠിപ്പിക്കുന്നതിനുള്ള സ്ഥലമാണ്. പഠിക്കാനോ പഠിപ്പിക്കുന്നതിനുമുള്ള സ്ഥലം. അങ്ങനെ വരുമ്പോൾ അത് പ്രൈമറി നീഡാണ്, പ്രാഥമികമായ ഒരു ആവശ്യമാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് A, no ആർട്ടിക്കിൾ എന്നാണ്. ഞാനൊരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. ദ കാർപ്പൻ്റർ വെൻറ്റ് ടു ഡാഷ് സ്കൂൾ ടു റിപ്പയർ ദ ഫർണിച്ചർ. ഇവിടെ മേശ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആര് പോയിരിക്കുന്നത്? കാർപ്പൻ്റർ പോയിരിക്കുന്നത്, ആശാരിപ്പണി എടുക്കുന്ന ആൾ പോയിരിക്കുന്നത്. അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോയതല്ല. ഈ വാചകത്തിൽ ആർട്ടിക്കിൾ വേണോ വേണ്ടിയോ എന്നാണ് എൻ്റെ ചോദ്യം. തൊട്ട് മുകളിലത്തെ വാചകത്തിൽ വിദ്യാർത്ഥിയെ കൊണ്ടുവിട്ടത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കാർപ്പൻ്റർ പോയത് എന്തിനല്ല? പഠിക്കാനല്ല, പഠിപ്പിക്കുന്നതിനല്ല. അവിടുത്തെ മേശയും കസേരയൊക്കെ എന്ത് ചെയ്യുക? പൂട്ടിയിട്ടുണ്ടാവും. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അന്നേരം ഈ വാചകത്തിൽ ആർട്ടിക്കിൾ വേണോ വേണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ വാചകത്തിൽ ദ എന്ന ആർട്ടിക്കിൾ വേണം. ദ കാർപ്പൻ്റർ വെൻറ്റ് ടു ദ സ്കൂൾ ടു റിപ്പയർ ദ ഫർണിച്ചർ. അപ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾ ചേർത്തിട്ടും ആർട്ടിക്കിൾ ചേർക്കാതെയും പറയും. ദ നെക്സ്റ്റ്, സീതാറാം ഡാഷ് പയസ് പേഴ്സൺ ഹു ലീവ്സ് ഇൻ ഡാഷ് സ്മോൾ ഹൗസ് നിയർ ദ ടെമ്പിൾ എന്നാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും എ എന്ന ആർട്ടിക്കിളാണ് വേണ്ടത്. കാരണം വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച് ഉച്ചാരണം വ്യഞ്ജനാക്ഷരത്തിൻ്റെ വരുന്ന വാക്കുകളാണ് രണ്ടും. വേർഡ്സ് ബിഗിനിങ് വിത്ത് കൺസോണൻസ് ഏതുകൊണ്ട് ആരംഭിക്കുന്നു? വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ ഉച്ചാരണം എന്തായിരിക്കും? വ്യഞ്ജനാക്ഷരം. അതുകൊണ്ട് പയസ് എന്നതിൽ പ പ് അല്ലേ, ആ വാക്കിൻ്റെ മുൻപിൽ എ എന്ന് ചേർത്തു. സ യ ര ല വ ശ സ. യെസ്, അപ്പോൾ സ്മോൾ എന്ന് പറയുമ്പോൾ സ എന്ന് ഉച്ചാരണം. അപ്പോൾ ആടെ എന്ത് ചേർക്കും? നമ്മൾ എ എന്ന് ചേർക്കും. അപ്പോൾ ആൻസർ A, A. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് ദെയർ പാരൻസ് എന്നാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ എന്ത് ചെയ്യും? നമ്മൾ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിടുക, വശത്താക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഉത്തരം ഗെറ്റ് അറൗണ്ട് എന്നാണ്. കോക്സ് ഓർ പെർസ്വേഡ് സംവൺ ടു ഡു. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുക? പറഞ്ഞ് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, വശത്താക്കുക. ഡീൽ സക്സസ്ഫുള്ളി വിത്ത് എ പ്രോബ്ലം. ആൻസർ ഇവിടെ ഗെറ്റ് അറൗണ്ട് എന്നാണ്. ഇനി വേറെയും ഫ്രേസൽ വെർബിൻ്റെ മീനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ്, എസ്പെഷ്യലി വർക്ക്, ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്. ദാറ്റ് വേർഡ് ഈസ് ഗെറ്റ് ഓൺ. ഗെറ്റ് ത്രൂ എന്നാണ്. ടു സക്സീഡ് ഓർ ഹെൽപ്പ് ടു സക്സീഡ് ഇൻ ആൻ എക്സാമിനേഷൻ ഓർ ടെസ്റ്റ് എറ്റ്സെറ്ററ. കാസർഗോഡ് ജില്ല മുൻവർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എറ്റ്സെറ്ററ എന്നാണ്. ഗെറ്റ് ഓവർ, ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ആൻ ഇൽനെസ്. അസുഖമൊക്കെ ബാധിച്ചിട്ട് രോഗം ഭേദമാവുക, റിക്കവർ ആവുക. ഓർ ഫീൽ ബെറ്റർ ആഫ്റ്റർ സംതിങ് ഓർ സംവൺ ഹാസ് മെയ്ഡ് യു അൺഹാപ്പി. അതിനുള്ള ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്? ഒന്ന് ഗെറ്റ് ഓവർ എന്നതിൻ്റെ ഉദാഹരണമാണ്. ഗെറ്റ് ഓൺ എന്നതിൻ്റെ ഉദാഹരണമാണ്. ഗെറ്റിംഗ് എറൗണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. ദെൻ 20th ക്വസ്റ്റ്യൻ, ഇഫ് യു ബോറോ സംതിങ് ഫ്രം സംവൺ മേക്ക് ഷുവർ ഗിവ് ഇറ്റ് ബാക്ക് ടു ദം എന്നാണ്. ഗിവ് ഇറ്റ് ബാക്ക് ടു ദം എന്നാണ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ വേറെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ വേറെ രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ ബി എന്ന ആൻസർ കൊടുത്തിട്ടാണ് കാണുന്നത്. ഏതാണ് ബി എന്ന ആൻസർ? യെസ്, ഗീവ് ഇറ്റ് ടു ദം, ബാക്ക് എന്നാണ്. പക്ഷേ നമ്മുടെ റൈറ്റ് ആൻസർ എന്താ? ഗീവ് ഇറ്റ് ബാക്ക് ടു ദം എന്നാണ്. ഇതാണ് ഫോമൽ ആയിട്ടുള്ള ആൻസർ. മറ്റത് ഇൻഫോർമൽ ആയിട്ടുള്ള ആൻസറാണ്. ഓക്കെ, താങ്ക് യു.